റോസുമച്ചരൻ സ്പീക്കിംഗ്. അതെ 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 അതെ. അയ്യോ, ഇന്നത്തെ ഡോഗ് ഷോയ്ക്ക് ഡോഗിനെ കൊണ്ടുവരാൻ പറ്റില്ല. പകരം ഞാൻ ഹസ്സിനെ വിടാം. ഓ, ഇന്ന് പെണ്ണ് കാണാൻ വരുന്ന ദിവസമോ? നോ 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 നോ, എന്നെയല്ല, എന്റെ മകളെ. യെസ് യെസ് യെസ്, മൈ ഓൺലി ഡോട്ടർ. ഓക്കേ, ബൈ ബൈ. അയ്യോ, ആരാ അത്? ഞങ്ങളാണ്. കയറി വരൂ. നിങ്ങൾ ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന ചെറുക്കന് കൂട്ടരും ഇതാ എത്തിക്കഴിഞ്ഞു. അയ്യോ, പക്ഷെ ഏതാ ഈ ഹനുമാൻ? എന്താ ആരാണെന്ന് ഈ വാക്രീത വിക്രീതത്തോട് പുലമ്പിക്കൊടുക്കൂ. അയ്യോ, ഈ നിൽക്കുന്നത് ഹനുമാനല്ല, ഈ നിൽക്കുന്നതാണ് സുഗ്രീവൻ. അതെ, ഇത് തന്നെയാണ് ചെറുക്കന്റെ അപ്പൻ. അയ്യേ, ഇയാളുടെ മകനെ കൊണ്ടാണോ എന്റെ മകളെ കെട്ടിക്കാൻ പോകുന്നത്? അയ്യോ, ഇത് വെറും തന്ത. പക്ഷേ ഇതുപോലല്ല മകൻ. ആ മകനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിണ്ട ചുണ്ടിൽ തിളങ്ങി നിൽക്കും നീണ്ട കാജാബീഡികൾ, അവൻ പുഞ്ചിരിക്കുമ്പം ഒരു പല്ല് കാണും ചെറുക്കൻ ശ്യാമളൻ കോമളൻ. വിണ്ട ചുണ്ടിൽ തിളങ്ങി നിൽക്കും നീണ്ട കാജാബീഡികൾ. കാര്യവിഘ്നൊക്കെ ആണെങ്കിലും ചെറുക്കൻ ഒന്നുണ്ട്. എന്ത്? വിദ്യാഭ്യാസം. ജോളിഫിക്കേഷൻ, ജോളിഫിക്കേഷൻ. കറക്റ്റ്. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു, ചേട്ടായി എനിക്കൊരു പണി വേണം, ഒരു ഇണ വേണം, ഒരു തുണ വേണം, അതിന് എനിക്കൊരു പെണ്ണ് വേണം. ഞാൻ പറഞ്ഞു, നിനക്കൊരു തികഴ കുതിച്ചിട്ടുണ്ടടാ. ഉണ്ട്. അത് മറ്റാരുമല്ല, നിങ്ങളുടെ മകൾ ആന. ആനയോ? അല്ല, ആശാൻ വള്ളിയിടാൻ മറന്നുപോയതാ. ആരെവിടെ? അതാരാ? കണ്ടാലേ ഈ നാട്ടുകാരെല്ലാവരും ഓടി ഒളിക്കും. അത്രയ്ക്ക് വൃത്തിയിട്ടവനല്ലേ? അല്ല പിന്നെ. മഹാരാജാവേ, പെണ്ണിന്റെ അപ്പൻ ആരാണെന്ന് അറിയാമോ? ആരാണ് അപ്പ പുങ്കവൻ? തുറന്നാൽ പച്ചത്തെറി, കൈയെടുത്താൽ കുമ്പിനിടി, പാത്തപ്പന് പോലീസില ജോലി. നാട്ടിലുള്ളൊരു കേസ് മൊത്തം കണ്ടവന്റെ തലയിൽ വെച്ച് കാശു വാങ്ങി കേസ് ഒതുക്കൽ ഹോബി. വശിയുള്ളൊരേമാൻ, മിശയുള്ള കേമൻ, അക്കിയെടുത്തണിഞ്ഞാൽ വെറുപെടക്കാണിതിയാ. ഒപ്പില്ലെന്ന് ദേഷ്യം വന്നാൽ ഉടനെ വിളി തന്തക്കുണ്ടല്ല. വാത്തുറന്നാൽ തെറി പറയും, നോക്കു ചൂണ്ടി പേടിപ്പിക്കും, നോക്കി നിന്നാൽ പിടിച്ചുടനെ നോക്കപ്പിലാക്കും. ഓഹോ, അത്രയ്ക്ക് കെങ്കേമനാണെങ്കിൽ നമ്മെ ഒന്ന് മുഖം കാണിക്കാൻ പറയൂ. സത്യം പറ, ആരാ നിങ്ങള്? തല്ലരുത്. സാറിന്റെ മകളെ കാണാൻ വന്ന ചെറുക്കന്റെ തന്തയാണത്. Yes, I am the father of your മരിമോൻ. Okay? ഓഹോ, അത് ശരി. എന്റെ മകളെ കസ്റ്റഡിയിൽ എടുക്കാൻ വന്നാണല്ലേ? ഇങ്ങോട്ട് മാറിക്കടാ. എവിടെയാടാ നിങ്ങളെ കൂടി ചെറുക്കനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ചെറുക്കൻ കാറിനകത്ത് അരിഞ്ഞുണങ്ങിയിരിക്കുകയാണ്. അല്ല, അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ്. പോയി തൊണ്ടി സഹിതം പൊക്കിക്കൊണ്ട് വാടാ. എല്ലാരും കൂടി എന്നെ പഠിപ്പിക്കുന്നു. പോയി വിളിച്ചോടാ, ഓടാ അവിടുന്ന്. ആ, പിന്നെ എല്ലാരോടും കൂടി ഒരു കാര്യം പറഞ്ഞേക്കാം. എന്റെ മകളെ മര്യാദക്ക് നോക്കിയില്ലെങ്കിൽ തോന്നിയവാസം കാട്ടിയെന്നാൽ നിന്റെ മോതയാനും പഞ്ചറാകും. എന്റെ മോളെ നല്ല പോലെ നോക്കിയില്ലേ കൂവാട്ടും. ലോകപ്പിൽ കൊണ്ടുപോയി മേക്കപ്പ് അഴിച്ചു വെച്ച് മുട്ടങ്ങിടിയിടിക്കും ഞാൻ. നട്ടെല്ലിൽ സെന്ററിലെ മർമ്മത്തിലാക്കി കൊണ്ട് 5-8 കുത്തുകുത്തും ഞാൻ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പേടിപ്പിച്ച് സമയം കളയാതെ പെണ്ണിനെ വിളിക്കേ. അതിനു മുമ്പ് ചെറുക്കനെ വിളിക്കണ. രാജാതി രാജൻ, ജയരാതി മൂർഖൻ, മൂർഖാതി അണലി, ഞാനൂര് മഹാരാജാവിന്റെ ശ്രീമന്തപുത്രൻ പട്ടുണ്ണിക്കുമാരൻ ഇതാ എഴുന്നള്ളുന്നേ. ഹര ഹരോ ഹര ഹര.
മോനെ നീ ഓടരുത്, ചാടരുത്, പേടിക്കരുത്. ഇത് നീ കെട്ടാൻ പോണ പെണ്ണിന്റെ അപ്പൻ. എടാ നിന്റെ പെണ്ണിന്റെ അപ്പനാടാ അപ്പൻ. അപ്പാപ്പ പെണ്ണെവിടെ? അപ്പാപ്പനോ? അപ്പ പെണ്ണെവിടെ? അവള് കുളിക്കുവാ. എന്നാ ഞാൻ പോയി കണ്ടിട്ട് വരാം. തൊണ്ടി സാധനം ഞാൻ നിന്നെ ഏൽപ്പിക്കാൻ പോവാ. ഇനി മുതൽ നീയാണ് അത് സൂക്ഷിക്കേണ്ടത്, മനസ്സിലാവണ? എടേ മോളെ ലോക്കപ്പിന്ന് ഇറക്കി വിടേ. ചെറുക്കനും പെണ്ണും തമ്മിൽ കണ്ട സ്ഥിതിക്ക് അവരവിടെ നിന്ന് ലാത്തി അടിക്കട്ടെ. നമുക്ക് അപ്പുറത്ത് പോയി ലാത്തി ചാർജ് നടത്താം. എന്ത്, നമ്മെ തല്ലിക്കൊല്ലാൻ പോവുകയാണോ? എടോ വിവരമില്ലാത്ത രാജാവേ, എന്തോ